നമ്മുടെ അഞ്ചൽ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം 21-ാം തീയതി വൈകിട്ട് 7:30 കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നിർവഹിക്കുക. ബൈപ്പാസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘാടക സമിതി രൂപീകരിച്ച് ആ ഉദ്ഘാടന പരിപാടി ഏറ്റവും മികച്ച നിലയിൽ സംഘടിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മുടെ ബൈപ്പാസ് എന്ന് പറയുന്നത് അഞ്ചലിൻ്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. നിരവധി വർഷങ്ങൾക്ക് മുമ്പാണ് ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അത് ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ളൊരു ഓർമ്മയായി കാണുകയാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നേരത്തെ നമ്മുടെ മുൻ മന്ത്രി കൂടി മുൻകൈയെടുത്താണ് ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വളരെ വേഗത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് ആലോചിച്ചത്. കുറച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉൾപ്പെടെ ബാക്കിയുണ്ടായിരുന്നു. അതെല്ലാം പൂർത്തീകരിച്ച് എല്ലാവർക്കും പൈസ കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. പിന്നീട് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് ബൈപ്പാസ് യാഥാർത്ഥ്യമായിരിക്കുക. നേരത്തെയുള്ള ഒരു എസ്റ്റിമേറ്റിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ നമ്മുടെ ഈ ഹാൻഡ് റെയിൽ അതുപോലെ തന്നെ നടപ്പാത അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. അതെല്ലാം എസ്റ്റിമേറ്റിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയാണ് നമ്മളിപ്പോൾ ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. 22 കോടി രൂപയാണ് ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ബൈപ്പാസിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിൽ അപകട സാധ്യതയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ എസ്റ്റിമേറ്റിൽ ട്രാഫിക് സംവിധാനവും അതുപോലെ തന്നെ ലൈറ്റും തുടങ്ങിയ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി 2,48,00,000 രൂപയും അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി 61,87,000 രൂപയും അധികമായി എസ്റ്റിമേറ്റ് നമ്മൾ എടുത്തുകൊണ്ട് കിഫ്ബിക്ക് സമർപ്പിച്ച് അതനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അങ്ങനെ 22 കോടി രൂപയാണ് നമ്മൾ അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നത്. അതിനേക്കാൾ അധികരിച്ച് ഇപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 123.37 കോടി രൂപയാണ് അതിൻ്റെ മൊത്തം അടങ്കൽ തുക. ഇനിയിപ്പോൾ നമ്മുടെ വട്ടോംപാലം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ബാക്കി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ആയൂർ അഞ്ചൽ റോഡിൻ്റെ സമർപ്പണം നമുക്ക് നടത്താൻ കഴിയും. 2-3 മാസങ്ങൾ കൊണ്ട് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഏറ്റവും മികച്ച നിലയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഏറ്റവും മികച്ച നിലയിൽ പണി പൂർത്തീകരിക്കുന്ന റോഡായി പിന്നെ ആയൂർ അഞ്ചൽ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിന് പുറമേ മറ്റ് ചില റോഡുകളുടെ ഉദ്ഘാടന പരിപാടി കൂടി ഇതിനനുബന്ധമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തഴമേൽ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷൻ ശബരിഗിരി റോഡിന് 5,58,00,000 രൂപ നമ്മൾ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ബൈപ്പാസ് ഉദ്ഘാടന ദിവസം ആ റോഡിൻ്റെ ഉദ്ഘാടനം കൂടി നമ്മൾ നടത്തുകയാണ്. ഏരൂർ പാണയം ആലഞ്ചേരി റോഡും ദീർഘനാളുകളായി ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ്. നമ്മൾ 21-22 ബഡ്ജറ്റിൽ 7,24,00,000 രൂപ മുടക്കിക്കൊണ്ട് ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് അത് നാടിന് വേണ്ടി സമർപ്പിക്കുക. ഏരൂർ വിളക്കുപാറ റോഡ് നമ്മൾ 2021-22 ബഡ്ജറ്റ് വർക്കിൽ 10 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുക. വിളക്കുപാറ ഇടവൺ 34 റോഡ് 2021-22 ശബരിമല വർക്കിൽ 8,11,00,000 രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതും നാടിനെ സമർപ്പിക്കുക. വിളക്കുപാറ മാവിള റോഡ് 2021-22 ബഡ്ജറ്റ് വർക്കിൽ 11,18,00,000 രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇടുന്ന വർക്കുകൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും. ആർച്ചൽ മണൽ റോഡ് 2023-24 ബഡ്ജറ്റ് വർക്കിൽ 3,05,00,000 രൂപ നമുക്ക് പ്രത്യേകമായി അനുവദിച്ച് അത് ടെൻഡർ ചെയ്തിട്ടുണ്ട്. കരാറുകാരൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്.
പനച്ചിവിള തടിക്കാട് റോഡ്, അവിടെ നമുക്കറിയാം നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ കുറച്ച് ഗതാഗത യോഗ്യമാക്കി മാറ്റേണ്ട ഒരു റോഡായിരുന്നു. ആളുകളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ട് നബാർഡ് വർക്കിൽ ഉൾപ്പെടുത്തി 7 കോടി അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്ക് കരാറുകാരൻ ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ താമസമില്ലാതെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിയും. ഇത്തരത്തിൽ നമ്മുടെ ആയൂർ അഞ്ചൽ റോഡ്, ബൈപ്പാസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ റോഡുകൾ എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ 1.25 കോടിയോളം രൂപയുടെ വികസനമാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അഞ്ചലിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും ഏറ്റവും വലിയ ഒരു വികസന പ്രവർത്തനമാണ് നമ്മൾ പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. തീർച്ചയായും ഇത് നാടിൻ്റെ വികസനത്തിന് വലിയ ഒരു മുന്നേറ്റമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ബൈപ്പാസ് വന്നതോടുകൂടി വലിയ വികസന കുതിപ്പ് നമ്മുടെ അഞ്ചൽ മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുവേ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്.